നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ? നമുക്ക് ചൂട് കട്ടൻ ചായയും മൈദദോശയും കഴിച്ചിട്ട് വന്നാലോ? മൈദദോശയുടെ കൂടെ കഴിക്കാൻ വെന്തസാരവും ചേമ്പില പലഹാരവുമാണ്. അത് രണ്ടും ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ 2 അമ്മമാർ ഉണ്ടാക്കി തന്നതാണ്. അതിൻ്റെ റെസിപ്പി എനിക്കറിയില്ല. അത് പഠിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇഞ്ചി, ജീരകം, കായപ്പൊടി, കറിവേപ്പില, തൈര്, മൈദ ഇതിത്രയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. തൈര് ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ ഒരു 2-3 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഒരു മീഡിയം പുളിയൊക്കെ ആണെങ്കിൽ ഒരു 5 സ്പൂൺ വരെ ഒഴിക്കാം. കാരണം നമ്മളിത് പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ഒഴിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞിടാം കേട്ടോ. എനിക്ക് ഈ ദോശ, ഓംലെറ്റ് അങ്ങനെ കഴിക്കുന്നതിനൊന്നും മുളക് കടിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇത് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചും 1-2 പ്രാവശ്യം ഒന്ന് നല്ലോണം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് മൈദ ദോശ റെഡി. ദോശ ചുടുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.